1201 ആണ്ട് തുലാമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് കന്നിക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്നതാണ് കന്നിക്കൂറ് എന്ന് പറയുന്നത്. 18-10-2025 മുതൽ 16-11-2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. 18-10-2025 9:35 രാത്രി 9:35 ഗുരു മിഥുനം രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് വരുന്നു. അതായത് പുണർദം നക്ഷത്രത്തിലാണ് ഗുരു വന്നു ചേരുന്നത്. ഗുരുവിന് കർക്കിടകം ഉച്ചരാശി ആയിരുന്നതിനാൽ വലിയ ദോഷങ്ങളൊന്നും നമുക്ക് പ്രവചനത്തിൽ ഉണ്ടെങ്കിൽ അതൊന്നും വലിയ എഫക്റ്റ് ആകാതെ അങ്ങ് പോകും. സാമ്പത്തിക ലാഭം ധാരാളമായി ഉണ്ടാകാനുള്ള സാധ്യത ഈ ഗുരു പകർച്ച മൂലം ലഭിക്കുന്നുണ്ട്. കുടുംബസുഖം ലഭിക്കും. പിന്നെ ആജ്ഞാപിക്കാനുള്ള അധികാരമുള്ള ഒരു ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. പല വഴികളിലൂടെയും ധനം വരാനുള്ള സാധ്യത കാണുന്നു. ആ വഴികൾ ഏതാണെന്ന് നോക്കി നിങ്ങൾ വ്യവസായം ചെയ്യുന്ന ആളാണെങ്കിലോ വ്യാപാരം ചെയ്യുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ ഏത് രീതിയിലായിരുന്നാലും വരുന്ന ധനം വരേണ്ട ഒരു വഴി നോക്കി അത് സമ്പാദിക്കുക. ദേഹത്തിന് സൗഖ്യം കിട്ടേണ്ടതുണ്ട്. എന്തെങ്കിലും രീതിയിലൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ്. ശരീരത്തിന് സുഖം ലഭിക്കും. ശത്രുക്കൾ ശല്യം ചെയ്തുകൊണ്ടിരുന്നത്, ഇത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ശത്രുക്കൾ ശല്യം ചെയ്യുന്നതൊക്കെ നിർത്തിവയ്ക്കും. ദൈവാധീനം ലഭിക്കേണ്ട ഒരു മാസമാണ് ഈ തുലാമാസം. അതുപോലെ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ എല്ലാ പേർക്കും സന്തോഷവും സൗഖ്യവും ലഭിക്കാം. അധികാരവും ആജ്ഞാശക്തിയും ഒക്കെ ഉള്ള ജോലി ലഭിക്കും. കൂടാതെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസം എന്താണോ അതനുസരിച്ചിട്ടുള്ള ഒരു ജോലിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഗുണഫലങ്ങൾ കന്നിക്കൂറുകാർക്ക് ഏറെ ലഭിക്കുമെങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അന്യ ആൾക്കാരിൽ നിന്നും ചതി പറ്റുക നിമിത്തം ധാരാളം ധനനഷ്ടം ഉണ്ടാകേണ്ട സാധ്യതയുണ്ട്. അതിനാൽ ചതിയിൽപ്പെടാതെ നോക്കുക. ആരെയും അകമഴിഞ്ഞ് വിശ്വസിക്കുകയും ആരെയും അകമഴിഞ്ഞ് അവിശ്വസിക്കുകയും ചെയ്യാണ്ടിരിക്കുക. ആൾക്കാരെ നിരീക്ഷിച്ച് മാത്രമേ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നിങ്ങൾ കടയിൽ മാനേജറായിട്ടോ കാഷ്യറായിട്ടോ ഒക്കെ വയ്ക്കുമ്പം അവരെ വളരെയധികം ശ്രദ്ധിച്ച് വേണം വയ്ക്കാൻ. അല്ലെങ്കിൽ ക്യാമറ പോലുള്ള സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങളെ പണം വസ്തു മറ്റുള്ള ഇതെല്ലാം സ്ഥാനങ്ങളൊക്കെ തട്ടിയെടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിൽ ഇതിൽ നിങ്ങൾ വീഴാണ്ട് ശ്രദ്ധിക്കുക. പാഴ്ചെലവുകൾ വരാതെ ശ്രദ്ധിക്കണം. വളരെയധികം പാഴ്ചെലവുകൾ വരേണ്ട സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ ബലഹീനതകളും നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അത് രഹസ്യമായി നിങ്ങൾ സൂക്ഷിക്കുക. എല്ലാവരോടും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകും. രക്തത്തിൽ അണുബാധയേൽക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അത് പേപ്പട്ടി കടിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള വിഷവസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഇതിലുണ്ടാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് അലർജി ഉണ്ടെങ്കിൽ അതുമൂലവും നിങ്ങൾക്ക് ഒരു വിഷാംശത്തിൻ്റെ ഒരു ഇതുണ്ടാകാം. ചില അപകടങ്ങൾ മൂലം കണ്ണിന് പരിക്ക് പറ്റേണ്ട സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പാറ പൊട്ടിക്കൽ അല്ലെങ്കിൽ അതുമായിട്ടുള്ള പ്രക്രിയകൾ, വെൽഡിങ്, ഗ്രൈൻഡിങ് ഇങ്ങനെയൊക്കെയുള്ള പണി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ കണ്ണ് വളരെ ശ്രദ്ധിക്കുക. അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള കണ്ണടകൾ ഉപയോഗിക്കുക. കണ്ടകശനി കാലമായതിനാൽ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. നല്ല ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും മോശ ദശാസന്ധിയാണെങ്കിൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നതാണ്. നേരെ മറിച്ച് മോശം ഗ്രഹങ്ങളുടെ ദശാസന്ധിയോ ഗ്രഹപ്പകർച്ചയാണ് നടക്കുന്നതെങ്കിൽ മോശഫലങ്ങളും ഏറെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു കൃത്യമായ ഫലപ്രവചനത്തിന് ജാതക പരിശോധന നടത്തിയാലേ പറയാൻ സാധിക്കൂ. ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങളുടെ ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം വേണ്ടുന്ന രീതിയിലുള്ള ചെറിയ പൂജകളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കുറേ ദോഷങ്ങൾ പരിഹരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കന്നിമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ഐശ്വര്യങ്ങളും സർവ്വസുഖങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൂടാണ്ട് നിങ്ങൾക്കുള്ള വാസ്തുപരമായിട്ടോ മുഹൂർത്തപരമായിട്ടോ പൂജാപരമായിട്ടോ ഒക്കെയുള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ